അവിടുത്തെ കണ്ട് അവർക്ക് വലിയ സഹതാപം തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, വിശന്നു വലയുന്ന ജനക്കൂട്ടത്തെ കണ്ട് മനസ്സലിഞ്ഞ ഈശോയുടെ കരുണയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. ലോകത്തിൻ്റെ പാപ വഴികളിലൂടെ അലയുമ്പോൾ ആത്മീയമായി തളരുന്ന നമ്മെ ഓരോരുത്തരെയും ഊട്ടാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് മനുഷ്യൻ ഭൗതിക സുഖങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും പിന്നാലെ പരക്കം പായുമ്പോൾ സഹോദരൻ്റെ വിശപ്പറിയാത്ത കഠിന ഹൃദയരായി നാം മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. വിശുദ്ധ ഫൗസ്റ്റീന ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കരുണ പാപികൾക്കുള്ള ഏക പ്രത്യാശയാണ് എന്നാണ്. നമ്മുടെ കുറവുകളെ അവിടുത്തെ തൃക്കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ അത് 5000ങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അത്ഭുതമായി കർത്താവ് മാറ്റും. നമ്മുടെ ചെറിയ നന്മകളെപ്പോലും ദൈവം വലിയ വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നു എന്ന സത്യം നമുക്ക് വലിയ ആശ്വാസം നൽകട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം ഒരുങ്ങേണ്ടത് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പ്രവൃത്തികളിലൂടെയാണ്. ലൗകികമായ ജഡികമായ ആസക്തികളിലും മുങ്ങിപ്പോകാതെ ആത്മീയമായ ഉണർവോടെ അവിടുത്തെ വരവിനായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിക്കുവാനും മറ്റുള്ളവർക്കായി നമ്മെ തന്നെ മുറിച്ചു നൽകാനും തയ്യാറായാൽ മാത്രമേ അവിടുത്തെ നിത്യവിരുന്നിൽ പങ്കുചേരാൻ നമുക്കോരോരുത്തർക്കും സാധിക്കൂ. ഈ ലോകത്തിലെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും തളരാതെ നല്ലിടയനായ ക്രിസ്തു കൂടെയുണ്ടെന്ന ബോധ്യം നമുക്കോരോരുത്തർക്കും പ്രത്യാശ നൽകട്ടെ. അവിടുത്തെ സ്നേഹത്തിൽ ആഴപ്പെടുവാനും വരാനിരിക്കുന്ന മഹത്വത്തിനായി നമ്മെ തന്നെ ഒരുക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടെ ജീവിക്കാം. ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല.